الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة ثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി അനുസരിച്ച് പാലിച്ച് പരമാവധി പഠിച്ചവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ വിശ്വാസികളായ മോമിനീങ്ങളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നാം ഏവരും എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെക്കുറിച്ച്, അതിൻ്റെ 4 പ്രധാനപ്പെട്ട ചരിത്രങ്ങളിലെ ആദ്യ സംഭവമായ അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹു മനുഷ്യരാശിക്ക് കൊടുക്കുന്ന സന്ദേശങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചതും സംസാരിച്ചതും. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം. ആ ചരിത്രം എന്താണ് എൻ്റെ വ്യക്തി ജീവിതത്തിലും എല്ലാ ആഴ്ചകളിലും എന്നോട് സുന്നത്തെന്ന രീതിയിൽ ഓതാൻ കൽപ്പിച്ചത് കൊണ്ട് ഓരോ ആഴ്ചയിലും ഞാൻ പുനർവിചിന്തനം ചെയ്യേണ്ട, ഓരോ ആഴ്ചയിലും ഞാൻ ശ്രദ്ധിക്കേണ്ട എൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഗുണങ്ങളെ, അതല്ലെങ്കിൽ എൻ്റെ ഈമാനിനെ പുതുക്കുന്ന രീതിയിലുള്ള ഒരു സംഭവത്തെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ വിവരിച്ച് കാണിക്കാനും പരിശുദ്ധ ഖുർആനിന്റെ ചരിത്ര വിവരണവുമായി ബന്ധപ്പെട്ട്
വിശകലനമായി നമ്മൾ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ചരിത്രങ്ങളും അത് കേവലം ലോകത്തിന് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചോ കഴിഞ്ഞൊരു സമൂഹത്തെക്കുറിച്ചോ അറിയാനുള്ളൊരു ഡാറ്റയായിട്ട് മാത്രം ഒരു ചരിത്രവും പരിശുദ്ധ ഖുർആൻ പറയുന്നില്ല. മാത്രവുമല്ല, എന്താണോ മനുഷ്യരാശിക്ക് ഗുണം ചെയ്യുന്നത്, എന്താണോ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, പഠിക്കുന്ന, അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്ന, ലോകാവസാനം വരെ വരുന്ന സമൂഹത്തിന് കിട്ടേണ്ട ഗുണങ്ങൾ, ആ ഗുണങ്ങൾക്ക് കിട്ടാൻ കാരണമാകുന്ന സംഭവങ്ങൾ മാത്രമേ പരിശുദ്ധ ഖുർആനിൽ ചരിത്രം വിവരിക്കുമ്പോൾ പറയുള്ളൂ. ഏറ്റവും ദൈർഘ്യമായ ചരിത്രം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. സൂറ യൂസുഫ്. സൂറ യൂസുഫിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാതെ, അത്തരം കഥാപാത്രങ്ങളല്ലാതെ അവിടുത്തെ മന്ത്രിമാരുടെ പേരോ, അവിടുത്തെ രാജാവിന്റെ പേരോ, രാജ്ഞിയുടെ പേരോ, അവരുടെ വയസ്സോ, അവരുടെ ഗോത്രമോ ഒന്നും ഖുർആൻ വിവരിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് വിവരിക്കേണ്ട ആവശ്യമില്ല. അത് വിവരിച്ചത് കൊണ്ടോ അത് നമുക്ക് അറിഞ്ഞതുകൊണ്ടോ എന്റെ വ്യക്തി ജീവിതത്തിലെ ഏതെങ്കിലും വാല്യൂസിന് അത് ബന്ധപ്പെട്ട് കിടക്കുന്നുമില്ല. അതുകൊണ്ട് നേർക്ക് നേരെ മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുന്ന കാര്യം മാത്രമേ പരിശുദ്ധ ഖുർആൻ ചരിത്രം വിവരിക്കുന്ന സമയങ്ങളിലും അല്ലാതെയും ഖുർആൻ സംസാരിക്കുകയുള്ളൂ. അത് എങ്ങനെ പരിശോധിച്ചു നോക്കിയാലും എന്റെ വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൽ ഏതോ തലത്തിൽ എനിക്ക് നൽകുന്ന എന്തോ ഒരു സന്ദേശം കൈമാറാനാണ് ഖുർആൻ ചരിത്രം പറയുക. അതേസമയം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങൾ ഒരുപാട് നമുക്ക് ലഭ്യമാണ്. അറബി ഭാഷയിൽ ഒട്ടനവധി കിതാബുകൾ നമുക്ക് ലഭ്യമാണ്. എല്ലാ ഭാഷകളിലും സൂറ യൂസുഫിനെ ആസ്പദമാക്കിയിട്ടുള്ള ചരിത്ര ഖണ്ഡങ്ങൾ, വോള്യം ഒരുപാട് നമുക്ക് ലഭ്യമാണ്. ഖുർആൻ വളരെ ആറ്റിക്കുറുക്കി, വളരെ ഷോർട്ടായിട്ട് വിവരിച്ച ഒരു ചരിത്ര സംഭവം മുഫസ്സിറുകളെ സംബന്ധിച്ചിടത്തോളം, ഖുർആൻ വ്യാഖ്യാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ദൗത്യവും അതിനെ വിശദീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വിശദീകരിക്കുമ്പോൾ ഒരു പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലയളവ് പറയണം, ആ രാജ്യത്ത് ഭരിച്ചിരിക്കുന്ന രാജാവിന്റെ പേരും രാജ്ഞിയുടെ പേരും പറയണം, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയണം. അപ്പൊ അത് വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഡാറ്റ എന്നുള്ള രീതിയിൽ നമുക്ക് അറിയുന്നതിനും പഠിക്കുന്നതിനും ഒരു വിരോധമില്ല, നല്ലത് തന്നെയാണ്. പക്ഷെ ഖുർആൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ലോകാവസാനം വരെ വരുന്ന സമൂഹത്തിന് ഒരുപാട് നോളജ് കൊടുക്കുക എന്നുള്ളതല്ല, ഒരുപാട് ഡാറ്റ കൈമാറുക എന്നുള്ളതല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം, അവരുടെ ഈമാനിനെ അത് സ്വാധീനിക്കണം. എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സന്ദേശം, ഒരു മെസ്സേജ്, അതല്ലെങ്കിൽ ഒരു വാല്യൂ ഞാൻ അതിൽ നിന്നും എനിക്ക് എടുക്കാൻ പറ്റണം. ഒരു സംഭവം ഖുർആൻ പറഞ്ഞാൽ അങ്ങനെ വളരെ ഷോർട്ടായിട്ട് മാത്രമേ ഖുർആന്റെ എല്ലാ ചരിത്രവും പറയുന്നുള്ളൂ. ഇത് ഖുർആനിന്റെ ചരിത്ര വിവരവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകേണ്ട ഒരു പ്രാഥമിക വിവരമാണ്. അങ്ങനെ ഒരു വിവരം വന്നൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുമായി ബാഹ്യമായ രീതിയിൽ വിയോജിപ്പുള്ള, അതല്ലെങ്കിൽ ഇതിനോടൊരു എതിർ സ്വഭാവമുള്ള ഒരു ഭാഗം സൂറത്തുൽ കഹ്ഫിലെ 23-ാമത്തെ ആയത്തിൽ കാണാൻ പറ്റും. സൂറത്തുൽ കഹ്ഫിലെ 23-ാമത്തെ ആയത്ത് നമ്മൾ പാരായണം ചെയ്താൽ, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞല്ലോ, അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നത് അവര് ഒരു ഖുർആൻ വിമർശകരൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരൊരു വിഭാഗം സന്യാസിമാരല്ല, അവർ ഒരു വിഭാഗം പണ്ഡിതന്മാരല്ല, അവർ ഒരു വിഭാഗം സ്കോളേഴ്സ് അല്ല, അവര് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം, അള്ളാഹുവിനെ വിശ്വസിച്ചു എന്നുള്ള ഒരൊറ്റ ക്വാളിറ്റിയിൽ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരുപറ്റം യുവാക്കളാണ്. അപ്പൊ ആ യുവാക്കൾ അവരുടെ വിശ്വാസം പരസ്യമാക്കിയപ്പോൾ, അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ എടുത്തപ്പോൾ ആളുകൾക്കിടയിൽ ഒറ്റപ്പെടുന്നു, ആളുകൾ അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, മാനസികപരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഭരണ സംവിധാനം അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അള്ളാഹു റബ്ബന മില്ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ എന്ന് സൂറ കഹ്ഫ് പറഞ്ഞത്. ഉടനെ അള്ളാഹു ഇടപെടുന്നു, അള്ളാഹു അവരൊരു ഗുഹയിൽ സംരക്ഷിക്കുന്നു. അതാണ് സംഭവം. അപ്പൊ അവിടെ
സാധാരണഗതിയിൽ ഒരു വിഭാഗം യുവാക്കൾ ആലോചിക്കാത്തൊരു കാര്യം അവരാലോചിച്ചു. സാധാരണഗതിയിൽ യുവാക്കളൊക്കെ എൻഗേജ് ചെയ്യുന്ന എല്ലാ എന്റർടൈൻമെന്റിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം ആദർശത്തെ കുറിച്ചിട്ട് അവർ സംസാരിക്കുന്നു. സ്വന്തം ആദർശത്തെ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ, ബിംബങ്ങൾ, നിങ്ങൾ തന്നെ നിർമ്മിച്ചിരിക്കുന്ന പ്രതിഷ്ഠകൾ, ഇതൊന്നുമല്ല ഇലാഹ് എന്നും ഇലാഹു ഒരുവൻ, അത് അള്ളാഹു മാത്രമാണ് എന്ന് സാധാരണ ആരും സംസാരിക്കാത്ത, സാധാരണ ഒരു യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കാത്ത പുതിയതൊരു ഡിസ്കഷൻ അവർക്കിടയിൽ ഉണ്ടാവുന്നു. അവരതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിലുണ്ടാകുന്ന ഉറപ്പ് പബ്ലിക് ആളുകളുടെ മുന്നിൽ ഒച്ചത്തിൽ സംസാരിക്കുന്നു. അത് ആളുകൾക്കിടയിൽ വർത്തമാനമായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് അത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത്. ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു എത്ര പ്ലാൻഡ് ആയിട്ടാണ് അള്ളാഹു ഒരു കാര്യം ഏറ്റെടുത്താൽ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം സംഭവിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾ കഴിഞ്ഞായിട്ട് അത് വിശദീകരിച്ചു. അള്ളാഹുവിന്റെ കൽപ്പന ഞാൻ അനുസരിച്ചത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഒന്നും കുറയാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ ദീന് ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് ഏതോ തരത്തിൽ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ബാക്കി കാര്യങ്ങൾ പടച്ചോൻ ചെയ്തിരുന്നതാണ്. നേരത്തെ അസ്ഹാബുൽ കഹ്ഫിന്റെ വിജയം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 300 വർഷം ഉറക്കിക്കെടുത്താണ്. അവർ വേറൊരു പണി കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ തീരുമാനം, അവർ വിശ്രമിക്കട്ടെ. അവർ വിശ്രമിച്ച് ഗുഹയിൽ നിന്ന് പുറത്തു വരുമ്പോൾ കാണുന്ന കാഴ്ച, ഏത് ആദർശത്തിന്റെ പേരിലാണോ അവർ ഗുഹയിൽ പോയി അള്ളാഹു അവരെ സംരക്ഷിച്ചത്, ആ ആദർശം ആ നാട്ടിലെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസമായി, ഏറ്റവും അടിസ്ഥാനപരമായ ആദർശമായിട്ട് മാറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, ഒരു മതം, അവര് വർഷങ്ങളോളം വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് വളണ്ടറി സിസ്റ്റത്തിലൂടെ, ക്യാമ്പയിനിങ്ങിലൂടെ, നെറ്റ്വർക്കിലൂടെ, മാർക്കറ്റിങ്ങിലൂടെ ആളുകൾക്കിടയിൽ എത്തിക്കേണ്ട ഒരു ദാവ അള്ളാഹു ഇവരെ ഉറക്കിക്കിടത്തിയിട്ട് പുറത്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു ഏറ്റെടുത്ത ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമാണ്. അതാണ് ആ സംഭവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ്. ആ മെസ്സേജിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഈ ചരിത്ര സംഭവം പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്രം കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ആ ചരിത്രം ലോകാവസാനം വരെ വരുന്ന സമൂഹത്തിന്, ഓരോ മനുഷ്യനും ഒട്ടനവധി സന്ദേശങ്ങളാണ്. അതിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ സന്ദേശമായിട്ട് നമുക്ക് ഈമാനിനെയും തവക്കുലിനെയും യഖീനിനെയും ഒക്കെ പറയാമെങ്കിൽ, അതിൻ്റെ ഇടയിൽ അത്തരം സംഭവങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഖുർആനിന്റെ അവതരണ ശൈലിയിലേക്ക് നമ്മളൊന്ന് വരേണ്ടതുണ്ട്. അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഖുർആൻ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്, ഖുർആൻ അതിനെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതിന്റെ ഇടയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ പറയേണ്ടത് ആവശ്യമുണ്ടോ എന്ന് തോന്നുന്ന രീതിയിൽ ഖുർആൻ ഒരു സംഭവം പറയുന്നുണ്ട്. അതാണ് സൂറ കഹ്ഫിൽ 23-ാമത്തെ ആയത്ത്. സയഖൂലൂന സലാസത്തു റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ് വയഖൂലൂന സബഅത്തുൻ വസാമിനുഹും കൽബുഹും എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന യുവാക്കൾ, ഇന്നഹും ഫിത്യത്തുൻ എന്ന് പറയുന്ന ഒരു വിഭാഗം യുവാക്കളുടെ എണ്ണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷനെ കുറിച്ചിട്ട് ഖുർആൻ സംസാരിക്കുന്നത് സയഖൂലൂൻ എന്ന് പറഞ്ഞിട്ടാണ്. സയഖൂലൂൻ എന്ന് പറഞ്ഞാൽ ഇവര് ഗുഹയിൽ താമസിക്കുന്ന സമയത്ത്, അള്ളാഹു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സമയത്ത് പുറത്തു നടക്കുന്ന വർത്താനത്തെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്. നാട്ടുകാരെന്താ പറയുന്നത്, നാട്ടുകാരെന്താ ചർച്ച ചെയ്യുന്നത്, അതല്ലെങ്കിൽ അവരുടെ വിജയത്തിന് ശേഷമാണെങ്കിലും അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അവര് ഗുഹയിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് കേൾക്കുന്ന വർത്തമാനം ഇങ്ങനെയാണ് എന്നും അഭിപ്രായമുണ്ട്. എങ്ങനെയാണെങ്കിലും ആളുകൾ എങ്ങനെയാണ് ഇതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നത്, അള്ളാഹു യഥാർത്ഥത്തിൽ ഈ പറയുന്ന യുവാക്കളെ കൊണ്ട് എന്ത് മെസ്സേജ് ആണോ ലോകത്തിന് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, ആ മെസ്സേജുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു ചർച്ചയാണ് സമൂഹം ചെയ്യുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അവിടെയും പോസ് ചെയ്തിട്ട് ആലോചിക്കേണ്ടത് സയഖൂലൂൻ, യഖൂലൂൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്ന ഏത് ഭാഗം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അള്ളാഹു പറയാ, അത് തെറ്റിദ്ധാരണ മൂലം ജനങ്ങൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അള്ളാഹു വിവരിക്കുമ്പോഴാണ് യഖൂലൂൻ, അവരങ്ങനെ പറയുന്നു, അവരിങ്ങനെ പറയുന്നു എന്ന് പറയാ. സൂറ ബഖറയിൽ തന്നെ സയഖൂലു സുഫഹ, വിഡ്ഢികളായ അന്നത്തെ മക്കയിലെ ഖുറൈശികൾ, അവരുടെ സ്വയം വിഡ്ഢിത്തം പോലും മനസ്സിലാകാതെ അവർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ അവിടെ യഖൂലൂൻ ഉപയോഗിച്ചു. ഇവിടെ ഉപയോഗിക്കുന്നത് സയഖൂലൂൻ, അതേപോലെ തന്നെ സയഖൂലൂന സലാസത്തു റാബിഉഹും കൽബുഹും. ആ നാട്ടുകാരായ ആളുകൾ സംസാരിക്കുന്നത് ഇവർ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കണക്കാണ്. ചില ആളുകൾ പറയുന്നു സലാസത്തുൻ റാബിഉഹും കൽബുഹും, അവര് 3 ചെറുപ്പക്കാരാണ്,
അതിലൊന്ന് അവരുടെ പട്ടിയുമാണ്, ആ ഒരു നായയാണ്. വേറെ ചില ആളുകൾ പറയുന്നു സയഖൂലൂന സലാസത്തു റാബിഉഹും കൽബുഹും, അല്ല നാലാളാണ്, അഞ്ചാമതായിട്ട് ഒരു പട്ടിയും. വേറെ കുറച്ച് ആളുകൾ പറയും സയഖൂലൂന സലാസത്തു സാമിനുഹും സബഅത്തുൻ വസാമിനുഹും കൽബുഹും, 7 ആളുകളുണ്ട്, 8ാമതായിട്ടൊരു പട്ടിയുണ്ട്. ഇങ്ങനെ ആളുകൾ ഈ എണ്ണത്തെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവം അള്ളാഹു എടുത്ത് പറയുന്നതിന്റെ ഒരു കാരണം ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചരിത്ര വിവരണങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഖുർആനിന്റെ ആയത്തുകൾ, ഈ ഇത്തരം ആയത്തുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഒരു നിയമം വരുമ്പോൾ, ആ നിയമം അല്ലെങ്കിൽ ആ ആയത്ത് ഹദീസ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നിങ്ങൾ ആ മെസ്സേജിൽ ഫോക്കസ് ചെയ്യാതെ അതിന്റെ താഴെ വരുന്ന ശാഖാപരമായ ചില്ലറ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിലല്ല നിങ്ങളുടെ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ള വലിയൊരു മെസ്സേജ് അത് ലോകത്തിന് കൊടുക്കാനും വായിക്കുന്ന എല്ലാ ആഴ്ചയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ആളുകളെ റിമൈൻഡ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ, കേവലം അക്ഷരങ്ങളിലൂടെ ഖുർആൻ വായിക്കുന്നതിന് പകരം അള്ളാഹു ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നതിന്റെ ലോജിക്കിനെ കുറിച്ചും അതിന്റെ ഡെപ്തിനെ കുറിച്ചിട്ടും നമ്മൾ ആലോചിക്കണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമില് ഇപ്പൊ ആ സമൂഹം ചെയ്തത്, ആ ഉമ്മത്ത് ചെയ്തത്, അള്ളാഹു ഇത്രയും വലിയൊരു സംഭവം 300 വർഷക്കാലം ചെറുപ്പക്കാരെ സംരക്ഷിച്ചു എന്ന് പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദ് ഏറ്റെടുത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ സഹായമായിട്ട് അള്ളാഹു ഖുറാനിലൂടെ പറയുന്നു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിലേക്ക് എത്തിക്കുന്നു. അത് റസൂലിനോടാണല്ലോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇങ്ങനൊക്കെ ആയിരുന്നു സംഭവിച്ചത് എന്നുള്ള കാര്യം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നുബുവത്തിലൂടെ വഹയിലൂടെ പറയാണ്, ആ നാട്ടുകാര് ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആ നാട്ടിലെ ചർച്ചാ വിഷയം അവരുടെ എണ്ണത്തെ കുറിച്ചിട്ടും അവരുടെ കൂടെ ഉണ്ടായ പട്ടിയുടെ ഇനത്തെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. ബനി ഇസ്രായേൽ സമൂഹം അങ്ങനെ തന്നെയായിരുന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൽപ്പനകൾ ഓരോന്നും വരുമ്പോഴും അതിനൊക്കെ റീക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു സ്വഭാവം ബനി ഇസ്രായേൽ ഉണ്ടായിരുന്നു. അപ്പൊ ഖുർആൻ ഈ ആയത്ത് നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുമ്പോഴും എല്ലാ ആഴ്ചയും എന്നെ നിങ്ങളെയും കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുമ്പോഴും നമ്മളോട് പറയുന്നത്, ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളുടെയും കോർ പോയിന്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ആ അസ്ഹാബുൽ കഹ്ഫ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഈമാനിന്റെ മെസ്സേജാണ്. അത് ഈ തവക്കുലിന്റെ മെസ്സേജാണ്, യഖീനിന്റെ മെസ്സേജാണ്. ഒരർത്ഥത്തിലും പടച്ചോൻ നമ്മളെ കൈവിടില്ല എന്ന ഉറപ്പുള്ള ഒരു മെസ്സേജാണ്. അത്രയും മെസ്സേജ് നിങ്ങൾക്ക് തന്നുകൊണ്ടേ ഇരിക്കുമ്പം അതിന്റെ ഇടയിലുള്ള ആളുടെ എണ്ണം അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈമാൻ ബൂസ്റ്റ് ആകാൻ അത് കാരണമല്ല. അവരുടെ എണ്ണമോ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന പട്ടിയോ ആ പട്ടിയുടെ ഇനമോ അറിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിലെ ഏതെങ്കിലും ഒരു വാല്യൂസിനെ അത് എഫക്ട് ചെയ്യുന്നുള്ളത് ഒരു നിർബന്ധമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യരുത് എന്ന മെസ്സേജും കൂടിയാണ് പ്രിയപ്പെട്ടവര് ആ 23-ാമത്തെ ആയത്തിൽ മാത്രമേ അങ്ങനത്തെ ഒരു വർത്താനം. പിന്നീട് അങ്ങോട്ട് വീണ്ടും സ്റ്റോറിയിലേക്ക് അള്ളാഹു തിരിച്ചു പോവാൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ചിട്ടും ഇസ്ലാമിനെ കുറിച്ചിട്ടുണ്ടാകേണ്ട നമ്മളൊരു ധാരണയെ കുറിച്ചിട്ടാണ് ശരിക്കും ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി തരുന്നത്. ഉദാഹരണം, ഒരാള് വാഹനം വാങ്ങി, സാധാരണ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നവും കൂടിയാണ് അത്. ഒരു വാഹനം വാങ്ങി, ആ വാഹനം വാങ്ങുമ്പം ഏത് ദിവസം ആ വാഹനം ഷോറൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം, ഏതാണ് നല്ല ദിവസം, ആരാണ് അതിന്റെ കീ ഓപ്പൺ ചെയ്യേണ്ടത്, ആരാണ് അതിന്റെ ഡോർ ഓപ്പൺ ചെയ്യേണ്ടത്, ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, ഇനി ഞാൻ തന്നെ അതിൽ കയറണോ, കയറുമ്പോൾ ഇടത് കാലാണല്ലോ ആദ്യം വെക്കേണ്ടി വരിക, ഡ്രൈവിംഗ് സീറ്റിൽ ആളുകൾ ചോദിക്കുന്ന സംശയങ്ങളാണ്. ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുമ്പോൾ ആദ്യം ഇടത് കാലാണ് വെക്കേണ്ടത്, അപ്പൊ അത് വലത് കാല് വെച്ചിട്ട് തന്നെ കയറണോ, ഇത് സാധാരണ ഉണ്ടാകുന്ന സംശയങ്ങളും നമ്മുടെ ചർച്ചകളുമാണ്. ആ കാറ് വാങ്ങിയ പൈസ ഹലാലാണോ എന്നുള്ള ചർച്ച പോസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരം ചർച്ച ആലോചിക്കുന്നത്. ഈ കാറ് വാങ്ങിയത് പലിശ വെച്ചിട്ടുള്ള ലോൺ സംവിധാനത്തിൽ ഉപയോഗിച്ച് ആ പലിശയിലൂടെ നിന്റെ ജീവിതവും കുടുംബവും ഒക്കെ പിന്നീട് പിൽക്കാലത്ത് വലിയ പ്രയാസങ്ങളിലേക്ക് പോകുന്ന ഇസ്ലാം ഹറാമാക്കിയ ഒരു പൈസ കൊണ്ട് കാറ് വാങ്ങുകയും ആ കാറ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇടതുകാല് വെക്കണോ വലതുകാല് വെക്കണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തെയാണ് ശരിക്കും പറഞ്ഞാൽ സൂറ കഹ്ഫ് അഡ്രസ് ചെയ്യുന്നത്. വലിയൊരു വീടെടുക്കുന്നു, ആ വീടിന്റെ ഓപ്പണിംഗ് ഏത് ദിവസമാക്കണം, ചൊവ്വാഴ്ച ദിവസമാക്കിയ പ്രശ്നമുണ്ടോ, ബുധനാഴ്ച ദിവസമാക്കിയ പ്രശ്നമുണ്ടോ, ഉമ്മാനെ കൊണ്ട് ഓപ്പൺ ആയിപ്പിക്കണോ അല്ലെ ഉസ്താദിനെ കൊണ്ട് ഓപ്പൺ ആയി, ഇങ്ങനെയുള്ള ചർച്ച വരുമ്പം ആ വീടുണ്ടാക്കിയ സ്ഥലം അല്ലെങ്കിൽ ആ വീടിന് വേണ്ടി നീ ഉപയോഗിച്ചതിന്റെ പണം എല്ലാം ഹലാലാണെങ്കിൽ ആ അർത്ഥത്തിലുള്ള ചർച്ചകൾക്കോ അങ്ങനെയുള്ള ആലോചനകൾക്കോ നമുക്ക് ആലോചിക്കുന്നതിലൊരു പ്രയാസമില്ല. പക്ഷെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാറ്റി നിർത്തി ഇസ്ലാം എന്താണോ യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, ഇസ്ലാമിന്റെ പ്രാക്ടീസിങ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാകാതെ അതിന്റെ ചെറിയ ശാഖാപരമായ കാര്യത്തെ കുറിച്ചിട്ട് വല്ലാതെ ടെൻഷൻ അടിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുടുംബത്തിൽ നടന്ന വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു ആശങ്ക,
ഒരു ബാപ്പാന്റെ 2 മക്കളുടെ കല്യാണം നടക്കാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷെ ആ ബാപ്പാന്റെ അന്നത്തെ ഏറ്റവും വലിയ ടെൻഷൻ എന്താന്ന് പറഞ്ഞാൽ പുതിയാപ്പിള ഇരിക്കുകയും ബാപ്പ ഇരിക്കുകയും ചെയ്യുന്ന കസേരയുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് വലിയ പ്രശ്നമായി. ആ പൊസിഷൻ മാറുന്നത് ഇസ്ലാമികപരമായിട്ട് വലിയൊരു തെറ്റാണ് എന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേര് വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നത് നമ്മളുടെ തഖ്വയുടെയോ നമ്മളുടെ സൂക്ഷ്മതയുടെ ഒക്കെ കാരണമായിട്ട് നമുക്ക് പറയാം. പക്ഷേ ആ കല്യാണവുമായി ബന്ധപ്പെട്ട ഏറ്റവും കോർ കാര്യങ്ങൾ ചെയ്തത് ഇസ്ലാമികപരമായിട്ടാണോ? അതിന്റെ ചെലവുകൾ, അതിന്റെ ആർഭാടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, വിവാഹാലോചന ഉറപ്പിച്ചതു മുതലുള്ള സമയങ്ങൾ, ഇതൊക്കെ ഇസ്ലാമികപരമായ വളരെ സൂക്ഷ്മമായിട്ട് നടത്തിയ ഒരാള് കസേര അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുന്ന നിൽക്കുമ്പോൾ കാരണമുണ്ട്. പക്ഷെ അള്ളാഹു ഇവിടെ അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു സംഭവം ആ നാട്ടിലെ ചർച്ചാ വിഷയം പറയാൻ കാരണം ഇസ്ലാമിനെ കുറിച്ചോ അല്ലെങ്കിൽ മുസ്ലിം എന്ന അർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെയല്ല. അതേസമയം ജാഹിലുകളായ ആളുകൾ ഇങ്ങനെയാണ് ആലോചിക്കുക, ഇസ്ലാമിക വിമർശകർ ഇങ്ങനെയാണ് ആലോചിക്കുക. ഇസ്ലാമിനെ എപ്പോഴും നെഗറ്റീവ് മൈൻഡോട് കൂടി കാണുന്ന ആളുകളൊക്കെ ഇതിന്റെ കോർ പോയിന്റ് അവഗണിച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കായിരിക്കും വരിക. ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംവാദങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിനെ വിമർശിക്കുന്ന, നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട അവരുടെ വാദങ്ങൾ എടുത്തു നോക്കും. ഇതൊക്കെ ഇസ്ലാമിന്റെ കോർ വാല്യൂസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ്. എവിടെയെങ്കിലും കണ്ട ഏതെങ്കിലും അറബി കിതാബുകൾ, അത് ഹദീസിന്റെ കിതാബ് ആകണമെന്ന് പോലും നിർബന്ധമില്ല, ആരെങ്കിലും എഴുതിയ ഏതെങ്കിലും ഒരു കിതാബിൽ എന്തോ ഒരു വരി എടുത്തിട്ടായിരിക്കും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കോർ വാല്യൂസിനെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാം. അള്ളാഹു പറയുന്നു ഷേഖുരു സുഫഹ, ആളുകൾ അങ്ങനെയാണ് സംസാരിക്കുക, വിഡ്ഢികൾ അങ്ങനെയാണ് സംസാരിക്കുക, വിഷയത്തെ കുറിച്ചിട്ട് ധാരണയില്ലാത്ത ആളുകളാണ് അങ്ങനെ സംസാരിക്കുക. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞ അള്ളാഹു ഖുർആനിലൂടെ ലോകാവസാനം വരെ വരുന്ന സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുമ്പം ആ മെസ്സേജ് പരിഗണിക്കാതെ അതിന്റെ ചെറിയ ചെറിയ ശാഖാപരമായ കാര്യങ്ങളിലേക്കല്ല പോകേണ്ടത്, അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണത്തിലേക്കല്ല നിങ്ങളെ ചർച്ച പോകേണ്ടത്, അവർ കിടന്ന ഗുഹയെ കുറിച്ചിട്ടും അതിന്റെ ജിയോഗ്രഫിയെ കുറിച്ചിട്ടും അല്ല നിങ്ങളെ ചർച്ച പോകേണ്ടത്, മറിച്ച് അതിന്റെ മെസ്സേജിലേക്കാണ്. മറ്റുള്ളതൊക്കെ ആകാം, ഒരു നോളജ് എന്നുള്ള അർത്ഥത്തിൽ അതിന്റെ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതാവാം. ഗുഹയെ കുറിച്ചിട്ട് പഠിക്കാം, ഗുഹയുടെ ജിയോഗ്രഫിയെ കുറിച്ച് പഠിക്കാം, ആ നാടിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാം, ആ നാട്ടിൽ ആരാണ് ഭരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവർക്ക് അത് നോളജ് ആണ്, ഡാറ്റയാണ്. പക്ഷെ അള്ളാഹു മെസ്സേജ് ആണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. അത് എന്റെ ലൈഫിൽ എനിക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം, എന്റെ ലൈഫിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യണം. എന്റെ ലൈഫിൽ അസ്ഹാബുൽ കഹ്ഫ് എന്നുള്ളത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പോലും അത്തരം സ്റ്റോറീസ്, കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ക്വിസ് സംഘടിപ്പിക്കും. ആ എല്ലാ സ്റ്റോറിയും കഴിഞ്ഞ് എല്ലാ ചാപ്റ്ററും കഴിഞ്ഞ് സൂറ കഹ്ഫ് മുഴുവനും പാരായണം ചെയ്തിട്ട് അവസാനം സൂറ കഹ്ഫിന്റെ ഒരു ക്വിസ് പ്രോഗ്രാം ഉണ്ടാവും. ആ പ്രോഗ്രാമിൽ പോലും ഈ എണ്ണത്തെ കുറിച്ചിട്ടും ആ നാട്ടിലെ ഭരണാധികാരികളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നതിന് പകരം ചോദിക്കേണ്ടത് എന്റെ ക്യാമ്പസിൽ എന്റെ ചുറ്റുമുള്ള മുഴുവനും എനിക്കെതിരായിട്ടും എന്റെ കൂട്ടത്തിലുള്ള ഒരാൾ പോലും ഹിജാബ് ധരിക്കാതിരുന്നിട്ടും ഞാൻ ഹിജാബ് ധരിച്ചുകൊണ്ട് ആ ക്യാമ്പസിൽ പോകാൻ എനിക്ക് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ആ യുവാക്കൾ എനിക്ക് പ്രചോദനമായി എന്ന് പറയാൻ കുട്ടികൾക്ക് പറ്റണം. എന്റെ ക്യാമ്പസിലെ, എന്റെ ക്ലാസ്സിലെ, എന്റെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഇന്ന ഹറാമുകൾക്ക് അഡിക്റ്റഡ് ആണ്. പക്ഷെ ഞാൻ, ബാപ്പ, ഉമ്മ, നിങ്ങളുടെ മോളായ ഞാന് അതിൽ പോകാതെ സ്ട്രോങ് ആയി നിൽക്കുന്നതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആരാണെന്ന് ചോദിച്ചാൽ അത് അസ്ഹാബുൽ കഹ്ഫാണ് എന്ന് പറയാൻ മാത്രം ആ സ്റ്റോറിയുടെ ഡെപ്തും ആ സ്റ്റോറിയുടെ മെസ്സേജും പ്രിയപ്പെട്ടവരെ ആ കുട്ടികളുടെ ഹൃദയങ്ങളിൽ പോയി. കാരണം ഖുർആൻ അതുകൊണ്ടാണ് ഇന്നഹും ഫിത്യത്തുൻ എന്ന് പറഞ്ഞത്. അവർ യുവാക്കളാണ്, ചോരത്തിറപ്പുള്ള ആളുകളാണ്. ആ നാട്ടിലെ എല്ലാ യുവാക്കളും അന്ന് നോക്കിയാൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് കിട്ടാവുന്ന എല്ലാം തോന്നിയവാസങ്ങളും കിട്ടാവുന്ന എല്ലാ തിന്മകളും ലഭ്യമാകുന്ന കാലഘട്ടം തന്നെയായിരുന്നു അതും. പക്ഷെ ആ സമയത്താണ് അവര് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, പിന്നീട് അങ്ങോട്ട് അവർക്ക് അള്ളാഹു വഴികൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടേയിരിക്കാൻ. അതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ മെസ്സേജ് പറയുന്ന കൂട്ടത്തിൽ ഖുർആൻ ഇടപെട്ടതിന്റെ ഒരു ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ ഒരു കാര്യം, അസ്ഹാബുൽ കഹ്ഫിന്റെ മെസ്സേജുകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന തർക്ക വിഷയത്തെ അള്ളാഹു ആഡ് ചെയ്യുന്നത് നമുക്ക് അത്തരം ഒരു ചിന്ത ഇല്ലാതിരിക്കാനും കൂടി വേണ്ടിയാണ്. സാധാരണഗതിയിൽ നമുക്കൊക്കെ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു വിഷയത്തിൽ കുറച്ച് നോളജ് ഉണ്ടായാൽ നമുക്ക് ആദ്യം തോന്നുക ഇത് അറിയാത്ത ആളുമായിട്ട് സംവാദം നടത്തണമെന്ന്, ഇത് ആളുകളായിട്ട് ഇങ്ങനെ തർക്കം ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനും റസൂലിന്റെ ജീവിതവും 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ റസൂലുള്ള ഒരു വിവരവും തർക്കിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വിവരമല്ല.
ഒരു വിവരം വെച്ചിട്ടും റസൂൽ ആരോട് തർക്കിച്ചിട്ടുമില്ല. അങ്ങനെ ഖുർആൻ പറയുന്നു, നിങ്ങൾക്കുണ്ടാകുന്ന വിവരങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന നോളജ്, നിങ്ങളുടെ ബോധ്യങ്ങൾ അത് വേറൊരാളോട് തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇത്തരം ആയത്തുകൾക്ക് വിശദീകരണം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു സമൂഹം നശിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ബനി ഇസ്രായേൽ പോലെ, ജൂത സമൂഹം പോലെ ഏതെങ്കിലും ഒരു സമൂഹം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തർക്കപരമായ മാനസികാവസ്ഥ കൊണ്ടാണെന്നാണ്. തർക്കിച്ചുകൊണ്ടേയിരിക്കുക, അയാളെ ഈ വിഷയത്തിൽ എനിക്ക് ഇടുത്തി വീഴ്ത്തണം എന്ന് തോന്നിക്കൊണ്ടിരിക്കുക, എല്ലാ വിഷയങ്ങളും സംവാദങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന തോന്നലിൽ നിന്ന് മാറി ഇതൊരു പ്രാക്ടീസിങ് ലൈഫ് മൊഡ്യൂളാണ്. ആ പ്രാക്ടീസിങ് ലൈഫ് മൊഡ്യൂൾ എന്താണെന്ന് പറഞ്ഞാൽ, സഹാബാക്കൾ റസൂലുള്ളാഹിയോട് ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് നോക്കുക. ഹദീസുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. എന്തായിരുന്നു സഹാബാക്കൾ റസൂലിനോട് ചോദിക്കുന്ന സംശയങ്ങൾ? നമ്മൾ കുറച്ച് സംശയങ്ങളൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. നമ്മളുടെ സംശയങ്ങളും സഹാബാക്കളുടെ സംശയങ്ങളും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. എന്താണ് ശരിക്കും ചോദിക്കേണ്ടത്? ഏതർത്ഥത്തിലാണ് ശരിക്കും ഇസ്ലാമിന്റെ നോളജ് നമ്മൾ എടുക്കേണ്ടത്? എങ്ങനെയാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ഈ പറയുന്ന ഗുഹയുടെയും ഈ പറയുന്ന ആളുകളുടെ എണ്ണത്തിലും പട്ടിയുടെ ഇനത്തിന്റെയും ബാക്കിൽ പോകുന്നതിന് പകരം എന്താണ് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്ന ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഉണ്ടല്ലോ. വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ എന്ന ഈ ആയത്ത് അവസാനിക്കുന്നത്, ആ നാട്ടുകാരോട് നിങ്ങൾ ഒരു കാരണവശാലും ഒരു വിഷയത്തിന്റെയും ഫത്വ നിങ്ങൾ ആ നാട്ടുകാരോട് ചോദിക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ നാടുമായി ബന്ധപ്പെട്ട സംശയം പോലും ആ നാട്ടുകാരോട് ചോദിക്കും. കാരണം അവർ റീക്വസ്റ്റ്യൻ മാത്രമേ അവർക്ക് അറിയുള്ളൂ, ഉത്തരം പറയാൻ അറിയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് സഹാബാക്കൾ ചോദിച്ചിരുന്ന ചോദ്യമൊക്കെ ഹൽ നറാ റബ്ബന യാ റസൂലല്ലാഹ്. ഒരു സഹാബി വന്നിട്ട് റസൂലിനോട് സംശയം ചോദിക്കുക. എന്താ സംശയം? ഹൽ നറാ റബ്ബന, നമുക്ക് നമ്മളെ പടച്ചോനൊക്കെ കാണാൻ പറ്റും റസൂലെ. വേറൊരു സഹാബി വന്നിട്ട് ചോദിക്കുന്നു, റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ ആരൊക്കെ ഉണ്ടാവുക? വേറൊരു സഹാബി വന്നിട്ട് ചോദിക്കുന്നു, അയ്യുൽ അഅമാലി ഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? വേറൊരു സഹാബി വന്നിട്ട് ചോദിക്കുന്നു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളേതാണ്? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്താണ്? ഇങ്ങനെ പലതരം ക്വസ്റ്റ്യനുകൾ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അവർ ചോദിക്കുന്ന ചോദ്യം ഇതായിരുന്നു. കാരണം ആ ചോദ്യത്തിനും കാര്യമുണ്ട്, അത് കൊടുക്കുന്ന ഉത്തരത്തിനും കാര്യമുണ്ട്. ആ ഉത്തരത്തിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, അയ്യുൽ അഅമാലി ഹബ്ബു ഇലല്ലാഹ് ഒരു ചോദ്യം. റസൂലുള്ളാഹി പറഞ്ഞത് അത്തഖ്വ, അതേപോലെ തന്നെ ഹുസ്നുൽ ഖുൽഖ് എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനോട് കാണിക്കുന്ന തഖ്വയും നിങ്ങളുടെ നല്ല സ്വഭാവവും അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല് എന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വലിയൊരു ചേഞ്ചാണ്. അയാളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അയാളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഓരോ സമയത്ത് ഏറ്റവും വലിയ പാപം ഏതാണ് റസൂൽ എന്ന് ഓരോ സഹാബി ചോദിച്ചു. റസൂൽ പറഞ്ഞ 2 പാപങ്ങളാണ്. അതിലൊന്ന് നിന്റെ നാവ് കൊണ്ട് ചെയ്യുന്നതും, 2 നിന്റെ ഗുഹ്യഭാഗം കൊണ്ട് ചെയ്യുന്നതും. ഒരു മനുഷ്യൻ അവിടെ പ്യൂറാകാൻ, ഒരു മനുഷ്യൻ വേറൊരാളെ കുറിച്ച് കുറ്റം പറയാതിരിക്കാൻ, ഒരു മനുഷ്യൻ അയാളുടെ നാവ് ഉപയോഗിച്ചുകൊണ്ട് കള്ളത്തരം പറയാതിരിക്കാൻ, ഒരാളുടെ കുറവ് വേറൊരാളോട് പറയാതിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ക്വസ്റ്റ്യനും ഉത്തരവും, ചോദ്യവും ഉത്തരവും സഹായകരമാണ്. അത്തരം ചോദ്യങ്ങളെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. അത്തരം ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതേസമയം ഞാൻ പറയുന്നത് ഒരു അക്കാഡമിക്കൽ പർപ്പസ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നമ്മുടെ ഒക്കെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ, ആ ആയത്തുകൾക്ക് കീഴിലുള്ള ഡെപ്ത് ആയിട്ടുള്ള അതിന്റെ മീനിങ്ങുകൾ, ആ മെസ്സേജ് എന്റെ ഡെയിലി ലൈഫിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ, അതിലേക്കായിരിക്കണം നമ്മുടെ ഫോക്കസ് പോകേണ്ടത്. പ്രത്യേകിച്ചും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സൂറ കഹ്ഫുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്തരം ആലോചനകൾ ഉണ്ടാക്കിയാൽ, അത്തരം വായനകൾ നടത്തിയാൽ ഒരുപാട് തലത്തിൽ സൂറ കഹ്ഫ് നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിലുള്ള സന്ദേശങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതൊരു ഗുണമാണോ അള്ളാഹു ഇത്തരം സംഭവങ്ങളിലൂടെ, ഇത്തരം ഖുർആനിക ആയത്തുകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഗുണങ്ങൾ മുഴുവനും ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم
العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമ വ്യവസ്ഥകളും ജീവിതത്തിലുടനീളം അനുസരിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരന്മാർ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നമ്മുടെ അറിവിലൊക്കെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇജ്ജത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായി ജാമ്യത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ടിരിക്കുന്ന, വിചാരണ തടവുകാരായി ജയിലറിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാതന്ത്ര്യവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ഫലസ്തീനും ഗസയും പോലെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഇന്നും മിസൈലുകൾക്കും വെടിയുണ്ടകൾക്കൊക്കെ നിരന്തരം സാക്ഷികളായി കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അള്ളാഹു സുരക്ഷിതത്വവും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.